രാമം പട്ടിയും ദാമുപ്പട്ടിയും ടിപ്പുപ്പട്ടിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് വിചാരിച്ചിട്ട് തൈമൂർ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ, കുഞ്ഞാമ്മദാജി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. സെയ്ഫ് അലി ഖാൻ അത്ര സേഫ് അല്ല, വീട്ടിലും സേഫ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. കാരണം വലിയ ആഴത്തിലുള്ള മുറിവേറ്റ ആൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എണീച്ച് നടക്കുന്നതെന്നൊക്കെയുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കള്ളത്തനം ഉണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം നടന്നു വരുന്നു അല്ലേ, ടക്കിൻ ചെയ്ത് ചുറ്റും കുറേ ആളുകളുണ്ട്, വളരെ കൂളായി നടന്നു വരികയാണ്. ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിനെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ ഡ്രൈവറെ അദ്ദേഹം സന്ദർശിച്ചു. അതിൻ്റെ വീഡിയോ വന്നു, അതിൻ്റെ വിഷ്വൽസ് വന്നു, ചിത്രം വന്നു, എല്ലാം വന്നു. അപ്പോൾ ഈ സെയ്ഫ് അലി ഖാൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഫ്ലാറ്റിലേക്ക് നടന്നു വരുന്ന ചിത്രം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഏതോ ജിമ്മിൽ പോയിട്ട് വന്നതാണെന്ന്. അങ്ങനെ കത്തി 6 കുത്ത്, സുഷുമ്ന തുളച്ചു. സുഷുമ്ന ഫ്ലൂയിഡ്, സ്പൈനൽ കോഡിൽ അതിനകത്തൊരു ഫ്ലൂയിഡാണ്, നമ്മുടെ നട്ടലിനകത്തോടെ പോകുന്ന സാധനമാണല്ലോ, അതിനകത്തുള്ള ഫ്ലൂയിഡ് ലീക്കായി എന്നൊക്കെ പറയുന്ന ആൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ കൂളായിട്ട് ഇറങ്ങി വന്ന് നടന്ന് വന്ന് സ്റ്റെപ്പ് കയറി അപ്പാർട്ട്മെൻറ്റിൽ കയറി ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, അത് നമ്മുടെ സെയ്ഫ് അലി ഖാൻ സേഫ് അല്ല. അത് വീട്ടിലാണെങ്കിലും വേണ്ടില്ല, നാട്ടിലാണെങ്കിലും വേണ്ടില്ല എന്നാണ് നമ്മുടെ സുനിൽ വളിയാറും അതുപോലെ തന്നെ നമ്മുടെ ധന്യ ചേച്ചിയും കൂടെ പറയുന്നത്. രണ്ടുപേര് എന്താണ് ഇരുന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയ്ഫ് അലി ഖാന് കുത്ത് കിട്ടിയിട്ടില്ല. സെയ്ഫ് അലി ഖാനും സെയ്ഫ് അലി ഖാൻ്റെ കൂട്ടക്കാരും പിന്നെ യശോദ ഹോസ്പിറ്റലല്ലേ പുള്ളി അഡ്മിറ്റായ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിലെ ആൾക്കാരും ഡോക്ടേഴ്സും എല്ലാവരും കൂടെ കളവ് പറഞ്ഞതാണ് സെയ്ഫ് അലി ഖാന് കുത്ത് കിട്ടിയിട്ടില്ല. കാരണം കുത്ത് കിട്ടിയ ഒരാഴ്ച കൊണ്ട് തന്നെ സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ വിട്ട് നടന്നു പോയി എന്നാണ് പറയുന്നത്. ഈ സുനിൽ വളിയാറിനും അതുപോലെ തന്നെ ധന്യക്കും എത്രത്തോളം മെഡിക്കലി കാര്യങ്ങൾ അറിയാം എന്നെനിക്കറിയില്ല. പല സർജറീസ് കഴിഞ്ഞു കഴിഞ്ഞാലും വിത്തിൻ 2-3 ഡേയ്സിൽ പല ആളുകളും നടത്തിക്കാറുണ്ട്, ഫിസിക്കൽ ചെയ്യാറുണ്ട്, അവരുടെ മൊബിലിറ്റി നന്നാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും ഇവന്മാർക്ക് ഒരു ധാരണയില്ല. കാരണം തലയിൽ ചാണക ബുദ്ധി മാത്രമേ ഉള്ളൂ. അപ്പം ചാണകത്തിലൂടെ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇവർ പറയും. പോട്ടെ, എന്താണെങ്കിലും ഇവരിത് പറയാനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം. അതാണ് അതിനേക്കാൾ വലിയൊരു സംഭവം. കേൾക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഇത്രയും വലിയ പാരമ്പര്യമായി തനിക്ക് കിട്ടിയ വലിയ സ്വത്തുവകകൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് സെയ്ഫ് അലി ഖാൻ അറിയാമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് താൻ ഒരു രക്തസാക്ഷി പരിവേഷം, ഒരു സിമ്പതി, സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ നാടകമാണോ എന്നൊരു സംശയം ഇപ്പോൾ വരുന്നുണ്ട്. അതാണ് ഈ കുത്തു നാടകത്തിലെ പുതിയ ടിസ്റ്റ് എന്ന് പറയുന്ന പോലെ ടിസ്റ്റ്. അപ്പൊ ഇതിനകത്ത് കഥ എന്ന് പറയുന്നത്, ഈ സെയ്ഫ് അലി ഖാന്റെ ഫാമിലി അത്ര ചെറിയ ഫാമിലി ഒന്നുമല്ല. ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാൽ നവാബുമാരുടെ കുടുംബമാണ്, പട്ടോടി ഫാമിലി എന്ന് പറയും. അപ്പോൾ ഭോപ്പാലിലെ അവസാനത്തെ നവാബായിരുന്നു ഹമീദുള്ള ഖാൻ. ഹമീദുള്ള ഖാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യ വേണ്ട, എനിക്ക് പാകിസ്ഥാൻ മതി പറയാൻ പോയി. അങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഇന്ത്യയെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ശത്രു രാജ്യം എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ. അങ്ങനെ ശത്രു രാജ്യത്തേക്ക് പോയാൽ അവിടെ അവരുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കപ്പെടും, ശത്രു പ്രോപ്പർട്ടിയാണ്. അത് അങ്ങനെ കണക്കാക്കപ്പെടുന്നുള്ള ഒരു വിഷയമുണ്ട്. അങ്ങനെ 131 പ്രോപ്പർട്ടീസ് ഇന്ത്യയിൽ, മധ്യപ്രദേശിലുണ്ട്. ഇന്ത്യ ഒട്ടാകെ വേറെയുണ്ട്. 133 വസ്തുക്കൾ എനിമി പ്രോപ്പർട്ടി ആയിട്ട് ഭോപ്പാലിലുണ്ട്. ഭോപ്പാൽ നവാബിന്റെ, അതായത് ഹമീദുള്ള ഖാൻ എന്ന് പറയുന്ന നവാബിന്റെ സ്വത്തുകൾ, കൊട്ടാരങ്ങളുണ്ട്, കോട്ടകളുണ്ട്, ഏക്കർ കണക്കിന്, ഏതാണ്ട് 113.6 ഏക്കർ ഭൂമി. അപ്പം നിങ്ങൾ കേട്ടാൽ ഇതാണ് കാര്യം. അതായത് ഈ എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സെയ്ഫ് അലി ഖാൻ്റെ ഉമ്മയുടെ വാപ്പയുടെ വാപ്പ, ഈ പുള്ളി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എനിക്ക് ഇന്ത്യ വേണ്ട, പാകിസ്ഥാൻ വേണം, അത് നമ്മുടെ വളിയാറിൻ്റെ എഡീഷനാണ്. പുള്ളി പാകിസ്ഥാനിലോട്ട് പോയി. അങ്ങനെ പോയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാട്ടിലൊരു നിയമമുണ്ട്, 1964 or 65 ഒരു നിയമം വന്നിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അന്ന് പാകിസ്ഥാനിൽ പോയിട്ടുള്ള ആൾക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള കേസ് സെയ്ഫ് അലി ഖാനും മധ്യപ്രദേശിലെ ഹൈക്കോർട്ടും തമ്മിലൊരു കേസ് നടക്കുന്നുണ്ട്. അപ്പം ഈ കേസ് ഓൾമോസ്റ്റ് വിധി വന്നിട്ടുണ്ട്. സെയ്ഫ് അലി ഖാന് ആ സ്വത്ത് കിട്ടില്ല, അതെല്ലാം തിരിച്ച് ഗവൺമെൻറ് ഏറ്റെടുക്കും. അപ്പം ഇത് ഏറ്റെടുക്കുന്നതോടുകൂടി സെയ്ഫ് അലി ഖാൻ്റെ 1500 കോടി വരുന്ന സ്വത്തുവകകൾ ഗവൺമെൻറ്റിലോട്ട് പോവുകയാണ്. ഇത് പോകുന്നത് കൊണ്ട് സെയ്ഫ് അലി ഖാൻ അതിന് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വയം കുത്തുകൊണ്ട മാതിരി അഭിനയിച്ചു
ഓട്ടോ ഡ്രൈവറെ സെറ്റ് ചെയ്തു, ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്തു. ഇങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ ഉണ്ടായതെന്നാണ് നമ്മുടെ സുനിൽ വളിയാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ധന്യ എന്നുള്ള പേര് എനിക്കറിയില്ല. അപ്പം ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇതൊക്കെ പോട്ടെ, അതൊക്കെ എന്തോ ഈ നിയമങ്ങളും കാര്യങ്ങളും കോടതിയും ഒക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. സൈഫ് അലി ഖാനാണ് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും, കൊള്ളുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. നമ്മുടെ താടിജിയും നമ്മുടെ അമിട്ടും താടിയും ഇതിനു വേണ്ടി നടക്കുന്ന രണ്ട് കീടങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് നടക്കട്ടെ അതിൻ്റെ ഭാഗത്ത്. പക്ഷേ ഇതിനെ കണക്ട് ചെയ്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഈ വൃത്തികെട്ട വളിയം പറഞ്ഞിട്ടുണ്ട്. ആ വളിയം പറഞ്ഞ 1-2 കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അത് കേൾക്കുമ്പം അവൻ്റെ മുഖത്തുനിന്ന് കൈ പോയിട്ട് അവൻ്റെ മുഖത്തുനിന്നൊരു അടിച്ചോ അവൻ്റെ 32 പല്ലും തെറിപ്പിക്കാൻ തോന്നും. അതാണ് അതിനേക്കാൾ വലിയ രസം. അതൊന്ന് കേട്ട് നോക്ക്. സുഡാപ്പികൾക്ക് ചോര തളയ്ക്കും ചോദ്യം ചെയ്ത് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. ഈ കേസിൽ കോടതി ഇപ്പൊ പറഞ്ഞു അത് ഈ നിയമം എങ്ങനെയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അമിത്ഷായുടെ കയ്യിലാണ് ഈ വകുപ്പ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, അലിഖാൻ ഒരു കാര്യം ചെയ്യും, സേഫ് പോയിട്ട് അമിത്ഷായെ കണ്ടൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമിത്ഷായെ കൊണ്ട് അപേക്ഷ കൊടുത്താൽ ഇന്ത്യ ജീവിക്കാൻ പേടിയാണെന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് സേഫ്. അദ്ദേഹത്തിന്റെ ഒരു മകന്റെ പേര് കേട്ടായിരുന്നു, തിമൂർ എന്ന് പറയുന്ന ആള് ഇന്ത്യയെ ആക്രമിച്ച ഏറ്റവും വലിയ ക്രൂരത, ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ 1000 മടങ്ങ് ക്രൂരത ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ചെയ്ത ഭീകരനായ വിദേശ ആക്രമണകാരിയാണ് തിമൂർ. സ്വന്തം മകന് തിമൂറിന്റെ പേരിട്ടിരിക്കുന്ന ആള് അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതാണ് കാര്യം. അതായത് തൈമൂർ എന്ന് പറഞ്ഞിട്ടുള്ള കജക്കിസ്ഥാൻ ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു. എനിക്ക് തോന്നുന്നത് 13th സെഞ്ച്വറിയിലാണ് പുള്ളി അവിടെ ഭരിച്ചിരുന്നത്. അവർ ഇന്ത്യയിലോട്ട് യുദ്ധത്തിന് വന്നു. ആ സമയത്ത് യുദ്ധത്തിലുണ്ട ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം കുത്തും വെട്ടും വാളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം അത് ഹിന്ദുക്കളെ ആക്രമിച്ചതാണെന്നാണ് നമ്മുടെ സുനിൽ വളിയാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം സുനിൽ വളിയാർ പറഞ്ഞത് അപ്പം ആ തൈമൂറിൻ്റെ പേരാണ് സൈഫ് അലി ഖാൻ 2ാമത്തെ മകനിട്ടത്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു തൈമൂറിൻ്റെ പേരിട്ട സൈഫ് അലി ഖാൻ എങ്ങനെ ഇന്ത്യനോട് കടപ്പെട്ടിരിക്കും? ഇന്ത്യ ആൾക്ക് എപ്പോഴും എന്താ പറയുക, ശത്രുവായിട്ടാണ് സൈഫ് അലി ഖാൻ കാണുന്നത്. അപ്പോൾ പേരിട്ടതാണ് കേട്ടോ, മോൻ്റെ പേര് തൈമൂർന്ന് സൈഫ് അലി ഖാൻ്റെ മോൻ്റെ പേരല്ല. തൈമൂർന്ന് ഒരുപാട് ആൾക്കാർ ലോകത്തിൽ മുത്തടുന്നുണ്ട്. അത് തൈമൂറിന് പറഞ്ഞാൽ രാജാവ് പണ്ട് ചെയ്ത ക്രൂരതകൾ കൊണ്ടാണെങ്കിൽ ഇന്ത്യയിൽ ക്രൂരത ചെയ്തിട്ടുള്ള ഒരുപാട് രാജാക്കന്മാരുണ്ട്. ഇന്ത്യയിൽ ക്രൂരത ചെയ്തിട്ടില്ല. അങ്ങ് അശോക രാജാവ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സകലമാന രാജാക്കളും പലതരത്തിലുള്ള ക്രൂരതകളും എല്ലാവർക്കും എതിരെയും ചെയ്തതാണ്. ഇനി പുരാണത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ രാമായണം എടുത്തോ, മഹാഭാരതം എടുത്തോ, മഹാഭാരതത്തിലെ കർണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർണൻ ശ്രീകൃഷ്ണനെതിരെയും പാണ്ഡവർക്കെതിരെയും യുദ്ധം ചെയ്ത ആളാണ്. അപ്പം കർണൻ എന്ന് പറഞ്ഞ പേരൊക്കെ ഇപ്പം ഹിന്ദുക്കൾക്ക് ഭയങ്കര ഫാൻറ്റസി പേരുകളാണ് അല്ലേ. കർണൻ അർജുനെതിരെയും അമ്പ് ചെയ്തിട്ടുണ്ട്, കൃഷ്ണനെതിരെയും അമ്പ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും നമുക്ക് പ്രശ്നമേ ഇല്ല. നമുക്ക് മുസ്ലിം പേരുണ്ടോ, മുസ്ലിം ആണോ പേരിട്ടത്, അപ്പം നമുക്ക് വലിയ പ്രശ്നം. നമ്മൾ പുരാണം എടുത്തു കഴിഞ്ഞാലും മറ്റ് പല സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ വക പേരുകളൊക്കെ കോമൺ ആണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തുള്ള പേരുകളാണ്. അപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല. മുസ്ലിം എന്നുള്ള പേര് വരുമ്പോൾ മാത്രമേ നമ്മുടെ ഈ വളിയാറിന് ഈ വളിക്ക് അവൻ്റെ വഴി കൂടെ തീട്ടം അവൻ ചിന്താറുള്ളൂ. അതാണ് സത്യം. ഇത് മാത്രമല്ല, അങ്ങനെ പല നിങ്ങൾ എടുത്തോ, രാവണൻ എന്നുള്ള പേര് വരേണ്ടതാ. അതായത് രാവണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രാവണൻ ആരാ? സീതനെ തട്ടിക്കൊണ്ടുപോയി എന്താണോ ചെയ്തത് പടച്ചമ്പുരാന് പോലും അറിയില്ല. അങ്ങനെ രാമനെതിരെ യുദ്ധം ചെയ്ത രാവണൻ എന്നുവരെ പേര് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കുണ്ട്. ഇനി രാവണൻ്റെ മകൻ മേഘനാഥ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസിക് പേരുകളാണ് നമ്മുടെ നാട്ടിലെ. രാവണൻ്റെ മോന ആരാ? സീതാദേവിനെ തട്ടിക്കൊണ്ടുപോയി വിടുവിച്ചോരാ. അതുപോലെ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുടെ ഫാൻറ്റസി പേരുകളാണ്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പേരുകൾ നമുക്ക് വിഷയമില്ല. നമുക്ക് തൈമൂർ എന്നുള്ള പേരാണ് നമ്മുടെ വളിയാറിൻ്റെ വളി വിട്ടത് അവൻ. ഇനി പോട്ടെ, അതവൻ ഒരു പേരിട്ടു. ഇനി അവൻ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ കുറച്ചുകൂടെ കാര്യങ്ങൾ കേൾക്കേ. കൊണ്ടാടുന്ന ഒരാളുണ്ട് വാര്യൻ കുന്നൻ കുഞ്ഞാവുന്നത്. പക്ഷെ സുഡാപ്പി ആരെങ്കിലും വാര്യൻ കുന്നൻ എന്ന് മകന് പേരിടാറുണ്ടോ? ടിപ്പു വലിയ ഹീറോ ആണ്. വാര്യൻ കുന്നെന്ന് പേരിടാറുണ്ടോ എന്ന് അവൻ്റെ നെക്സ്റ്റ് ഡൗട്ട്. എടാ സുനിൽ വളിയാർ, നിൻ്റെ പേരെന്താ? സുനിൽ വടയാറോ? എടാ ആരെങ്കിലും ഒരു കൊച്ചിന് വടയാർന്ന് പേരിടോ? എടാ കൊണ പിടിച്ചവനെ നിന്നോട് ചോദിച്ചു നോക്കട്ടെ, ആരെങ്കിലും സ്വന്തം കൊച്ചിന് സ്ഥലപ്പേരിടാറുണ്ടോ ഇപ്പം? അതൊക്കെ പണ്ടായിരുന്നു സ്ഥലപ്പേരിട്ടിട്ട്. വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാ.
ഒരുപാട് അങ്ങനത്തെ നീ ഒരു നൂറുകണക്കിൽ പേരെടുത്തോ. ഇതൊക്കെ അവരുടെ എന്താ പറയുക, കുതിരവട്ടം പപ്പു. കുതിരവട്ടം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരാ, പപ്പുവിൻ്റെ പേരല്ല. ജഗതി എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരാ. ഇങ്ങനത്തെ ഒരുപാട് മാള ശ്രീകുമാർ ആരാ? മാള എന്ന് പറഞ്ഞാൽ മാള സ്ഥലത്തിൻ്റെ പേരാ. ഒക്കെ പണ്ടായിരുന്നു, ഇപ്പം ആരും സ്ഥലത്തിൻ്റെ പേരിടാറില്ല. വാരിയംകുന്നം കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞാൽ വാരിയംകുന്നം ഇപ്പം ആരും പേരിടാറില്ല. വാരിയംകുന്നം സ്ഥലത്തിൻ്റെ തറവാട്ടിൻ്റെ പേരായിരുന്നു പണ്ടത്തെ. കുഞ്ഞഹമ്മദ് ഹാജി പുള്ളി 1800 ജീവിച്ച ഒരാളായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞഹമ്മദ് ഹാജി എന്നുള്ള പേര് ഇപ്പോഴും കോമണാണ്. എൻ്റെ വല്യാപ്പൻ്റെ പേര് കുഞ്ഞഹമ്മദ് ഹാജി എന്നാണ്. അതുപോലെ ഒരുപാട് പേരുകൾ ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ പണ്ടത്തെ പേരുകൾ ഇപ്പോൾ ഇടാറില്ല എന്ന് എനിക്ക് വലിയ പറയാം. പണ്ടത്തെ പേരുകൾ പലതും കൃഷ്ണൻകുട്ടി നായരെന്ന് ഇപ്പോൾ ആർക്കും പേരിടുമോ? പണ്ട് കൃഷ്ണൻകുട്ടി, ആ കൃഷ്ണനാണ്, കുട്ടിയാണ്, നായരാണ് എല്ലാം ഉണ്ടെന്ന് ധരിച്ചിട്ട് ഇപ്പം ആരെങ്കിലും കൃഷ്ണൻകുട്ടിയായിരുന്നു പേരിടാറുണ്ടോ? നീ നിൻ്റെ മോന് കൃഷ്ണൻകുട്ടിയായിരുന്നു ഇടുമോ? ഇല്ലല്ലോ, അത്രയേ ഉള്ളൂ അത്. പണ്ടത്തെ പേരുകൾ പലരും ഇടാറില്ല. അത് വാരിയംകുന്നനായിട്ടാണെങ്കിലും, അതല്ലെങ്കിൽ ടിപ്പു സുൽത്താനായിട്ടാണെങ്കിലും, അതല്ലെങ്കിൽ എന്താ പറയുക തൈമൂറായിട്ടാണെങ്കിലും അല്ല. ആ സാമാന്യ ബോധം മരമണ്ടനായിട്ടുള്ള നിൻ്റെ തലയിലോട്ട് വരില്ല. കാരണം നിൻ്റെ തലയിൽ ചാണകമാണുള്ളത്. കഴിഞ്ഞിട്ടില്ല, ബാക്കിയും കൂടെ നീ പറയാം. ഞാൻ കുറച്ചുകൂടി കാര്യം പറയാം. ടിപ്പു കൊള്ളയടിച്ച ക്ഷേത്രങ്ങളുടെ കണക്കോ, കൊന്ന ഹിന്ദുക്കളുടെ പേരോ, മതം മാറ്റിയ നായന്മാരുടെ കണക്കോ പറഞ്ഞാൽ ഇവിടെ സുഡാപ്പികൾക്ക് ചോര തിളയ്ക്കും. ഈ സുഡാപ്പി എന്താ വീട്ടിൽ ടിപ്പു എന്ന് പേരിടാത്ത വാക്കത്? കാരണം മലബാറിലെ ഹിന്ദുക്കള്, പ്രത്യേകിച്ച് നായന്മാരും നമ്പൂതിരിമാരും തീയന്മാരും വീട്ടിലെ പട്ടിക്കാണ് ടിപ്പു എന്ന് പേരിടുന്നത്. കാരണം അത്ര ദ്രോഹമാണ് ബ്രാഹ്മിൻസിനോട്, നായന്മാരോട്, മലബാറിലെ തീയന്മാരോട് ആര് ചെയ്തത്? ടിപ്പു ചെയ്ത്. അതുകൊണ്ടാണ് അവരിപ്പം പട്ടിക്ക് ടിപ്പു എന്ന് പേരിടുന്നത്. പക്ഷെ ഈ ടിപ്പുവിനെയും വാരിയും കുന്നനെയും പൊക്കി നടക്കുന്ന കേരളത്തിലെ സുഡാപ്പികൾ ടിപ്പുവിന്റെ പേര് മക്കൾക്കിടത്തില്ല, വാരികുന്നന്റെ പേര് ഇടത്തില്ല. വാരികുന്നൻ അബ്ദുള്ള. കേട്ടല്ലോ, അതായത് ടിപ്പുവിൻ്റെ പേര് ടിപ്പു മൈസൂർ സുൽത്താനായിരുന്നു. ടിപ്പു എന്നുള്ള പേര് ഇപ്പോഴും 100 കണക്കിൽ ആൾക്കാർക്ക് കർണാടകയിലും ഈവൻ കേരളത്തിൽ പോലും ഇടുന്നുണ്ട്. അത് നിനക്ക് അറിയാത്തതുകൊണ്ട് നിൻ്റെ പ്രശ്നം. പിന്നെ നീ ടിപ്പുവിൻ്റെ പേര് പണ്ട് എന്താ പറയുക നായന്മാരും അല്ലെങ്കിൽ തീയന്മാരും ഈ പട്ടിയൊക്കെ ഇടുന്ന പേരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പട്ടിയൊക്കെ രാമൻ, ദാമു എന്നൊക്കെ പേരിടാറുണ്ട്. രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനാണ്. അപ്പം ശ്രീരാമൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഈ പട്ടിക്ക് രാമു എന്നൊക്കെ പേരിടുന്നത്? വല്ലതും ചെയ്തിട്ടാണോ? രാമ അങ്ങ് വാ എന്ന് പറഞ്ഞാൽ പട്ടി ഓടി വരുന്ന കാലമുണ്ട്. പട്ടിക്ക് ഇപ്പോഴും രാമൻ എന്ന് പേരിടാറുണ്ട്, ദാമു എന്ന് പേരിടാറുണ്ട്. ദാമു എന്ന് പറഞ്ഞാൽ ദാമോദരനാണ്, ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു പേരാണതും. ഇതൊക്കെ പട്ടികയൊക്കെ കിട്ടുന്ന കോമൺ പേരുകളാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അല്ലെങ്കിൽ ടിപ്പു എന്നുള്ളതോ അല്ലെങ്കിൽ ദൈവമാണെന്നുള്ളതോ അല്ല ഒന്നുമില്ല. പല പട്ടികൾക്കും ചാൾസ്, റോബർട്ട് ഇങ്ങനത്തെ വമ്പം പേരുകളോ. ചാൾസൊക്കെ മറ്റ് എന്താ പറയുക ഈ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പം പല രാജാക്കന്മാരെ പേരും അതല്ലെങ്കിൽ പല പുണ്യാളന്മാരെ പേരും ഒക്കെയാണ് ഈ ചാൾസും റോബർട്ടും ഒക്കെ. ഇതൊക്കെ കണ്ടിട്ടാണോ ഇടാറ്? നിൻ്റെ വീട്ടിലെ പട്ടിക്ക് രാമ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ശ്രീരാമനെയാണോ പപ്പി രാമ വാ എന്ന് പറഞ്ഞാൽ ശ്രീരാമനെയാണോ നീ വിളിക്കുന്നത്? അല്ല. ദാമു പട്ടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമോദരൻ കൃഷ്ണ അങ്ങോട്ട് വാ എന്നല്ല പറഞ്ഞത്. അതൊക്കെ സാധാരണ ഇടുന്നതാ. അതല്ലാണ്ട് നിങ്ങളുടെ ഈ വൃത്തികെട്ട ചില മാത്രമാണ് അതൊക്കെ ഞാൻ പറയുന്നത്. അപ്പം ടിപ്പു പട്ടിയും രാമൻ പട്ടിയും ദാമു പട്ടിയും കുറച്ചുകൂടെ കൃഷ്ണൻ പട്ടിയും ഒക്കെ ഉണ്ട്. കൃഷ്ണനൊക്കെ നമ്മുടെ പട്ടിക്ക് കോമൺ ആയിട്ട് ഇടുന്ന പേരാടോ, കൃഷ്ണൻ പട്ടിയൊക്കെ. അതൊക്കെ സാധാരണ ഉള്ളതാണ്, അതിൽ നിന്ന് വലിയ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് നീ അങ്ങനത്തെ ചില നിർത്തണം പ്ലീസ്. ഞാൻ അടുത്തെന്താ നോക്ക്. എന്താ ചെയ്യാത്തത്? കുഞ്ഞഹമ്മദ് എന്ന പേര് പോലും ഇല്ല. ഈ കുഞ്ഞഹമ്മദ് എന്നുള്ള പേരെങ്കിലും ഇട്ടാൽ മതി. ഭാര്യ കുഞ്ഞിനെ കള ഡാഷെ കുഞ്ഞഹമ്മദ് എന്നൊക്കെ കോമൺ പേരാടാ. ഒരു നൂറ്റാണ്ടുകളായിട്ടുള്ള പേരുകളാ കുഞ്ഞഹമ്മദൊക്കെ. അത് വാരിയംകുന്നം ഉണ്ടായതുകൊണ്ട് മുസ്ലിങ്ങൾ പേരിടാതെ നിൽക്കുന്നില്ല. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ല, കൃഷ്ണൻകുട്ടിയായിരുന്നു, ചന്തുമേനോന്നും കൃഷ്ണൻകുട്ടിയെന്നും അതൊന്നും ആരും ഇടാറില്ല ഇപ്പം. അതൊക്കെ പഴയ പേരുകളായതുകൊണ്ട്. കുഞ്ഞഹമ്മദ് ഹാജി പഴയ പേരാ, കുഞ്ഞഹമ്മദ് ഹാജി എന്നുള്ള പഴയ പേരാ. വാരിയംകുന്നൻ്റെ പേരുള്ളതുകൊണ്ടല്ല മുസ്ലിങ്ങൾ അത് ഇടാത്തത് കേട്ടോ. നിൻ്റെ പേര് സുനിൽ എന്ന് പറഞ്ഞതിന് പകരം നീ ഇങ്ങനത്തെ വല്ല പേരിടറാ. കൃഷ്ണൻകുട്ടിയെന്നോ ചന്തുകുട്ടിയെന്നോ മേനോൻ കുട്ടിയെന്നോ ഇങ്ങനെയൊക്കെ പേരിട്. എന്തേ ഇടാൻ? നിൻ്റെ അപ്പൻ എന്തേ തോന്നിയില്ല അങ്ങനെ ഇടാൻ? അത് തോന്നാത്തതിന് കാരണം പഴയ പേരാണ്. നീയൊക്കെ ഇപ്പം ന്യൂസ് ചാനലിൽ വരുന്ന തീട്ടങ്ങളല്ലേ. എന്തേ നിനക്ക് പേരിടാൻ പറ്റൂലായിരുന്നോ? പേരിടായിരുന്നു, നീ ഇട്ടിട്ടില്ല, അത് വേറെ കാര്യം. അപ്പം ഇത്രയേ ഉള്ളതിലോ കാര്യം. നീ വെറുതെ കുത്തി കുണയ്ക്കാൻ നിൽക്കേണ്ടതൊന്നും. പോലെ ഇപ്പോഴും തിമൂറിനെ കേരളത്തിലെ സുഡാപ്പി പോലും ചെയ്യാത്ത കാര്യമാണ് സെയ്ഫ് അലി ഖാൻ ചെയ്യുന്നത്. അപ്പൊ സെയ്ഫ് അലി ഖാന്റെ ഒരു മനോഭാവം നമുക്കറിയാം. അപ്പൊ എന്തു ആവട്ടെ, അപ്പോൾ അതാണ് തൈമൂറിന്റെ പേരിട്ടതാണ് വലിയ പ്രശ്നം. പല പേരുകളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണൻ ഈ രാമായണത്തിലും ഈ ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലൊക്കെ ഒരുപാട് പേരുകൾ
ചെറ്റത്തരം ചെയ്ത ചെറ്റകളായിട്ടുള്ള നാറുകളായിട്ടുള്ള ചെറ്റകളുടെ പേര് ഈ പറഞ്ഞതിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെ കോമൺ പേരുകളാണ്. കർണൻ അടക്കമുള്ള പേരുണ്ട്. കർണനും യുധിഷ്ഠിരനും അങ്ങനത്തെ ഒരുപാട് പേര്, ദ്രോണ, അത് ഇതൊക്കെ അധർമ്മത്തിൻ്റെ കൂടെ ധർമ്മത്തിനെതിരെ പോരാടിയ ആൾക്കാരാണ്. ഇവരൊക്കെ പേര് നമ്മുടെ നാട്ടിലെ ക്ലാസിക് ടീമുകളാണ് എപ്പോഴും. അതിപ്പം ഏത് മതത്തിലെടുത്തോ, ഈ ക്രിസ്ത്യൻ എടുത്തോ, ഹിന്ദു എടുത്തോ, മുസ്ലിം എടുത്തോ, ഇതിലൊക്കെ ഉള്ള പേരുകളാണ്. പണ്ടത്തെ ഏതോ ഒരുത്തൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ പേരിട്ട് കഴിഞ്ഞാൽ ആ ആൾക്കാരൊക്കെ രാജ്യദ്രോഹികളാന്ന് പറഞ്ഞ വളിയെ നിന്നോട് പറയട്ടെ, നീ വെറും വളി വർത്താനം പറയാണ്ടിരിക്കുക കേട്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, രാമനും ദാമുവും ടിപ്പും ഒക്കെ പട്ടികളെ പേര് തന്നെ പട്ടികൾക്ക് ഇടാറുണ്ട്, ആൾക്കാർക്കും ഉണ്ടാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം സൈഫ് അലി ഖാന് കിട്ടിയ കുത്തും നമ്മുടെ കുത്തു നാടകവും ഈ പട്ടി കഥയും കൂടെ നീ ഒരുമിപ്പിച്ച നിൻ്റെ ആ ഒരു വൃത്തികെട്ട ചിന്താഗതിയാണ് ഞാനീ പറഞ്ഞത്. അല്ലാണ്ട് ഈ സൈഫ് അലി ഖാന് കുത്ത് കിട്ടിയതാണോ സൈഫിക്ക് കുത്ത് കിട്ടാത്തതാണോ, ഇനി അവർ അഭിനയിച്ചതാണോ ഒക്കെ അവരുടെ കാര്യം, അതൊക്കെ എൻ്റെ ഒരു ഭാഗത്ത് നടക്കട്ടെ. അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഇരുന്ന് ചെറ്റത്തരം പറയാണ്ടിരിക്കുക. ചെറ്റത്തരം എന്ത് ചെറ്റത്തരവും സ്റ്റുഡിയോയിൽ ഇരുന്ന് നിനക്ക് പറയാം. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നീ പല രീതിയിലും നമുക്കിട്ട് കൊത്തും എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാനത് കേട്ടതുമാണ്, നിനക്കും കുറേ കാര്യങ്ങൾ. അപ്പം ഇങ്ങനത്തെ രാമൻ പട്ടിയും ദാമു പട്ടിയും ടിപ്പു പട്ടിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് വിചാരിച്ചിട്ട് തൈമൂർ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ, കുഞ്ഞാമ്മദാജി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല. അത് ഈ പണ്ടത്തെ ആൾക്കാരെ, 1-2 ആൾക്കാരെ പേര് വെച്ചിട്ടല്ല നമ്മളാരും പേരിടുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പേര് ഒരു തേങ്ങ കൂടാൻ പറ്റില്ല. ചെറ്റത്തരം മൊത്തം ചെയ്തത് രാമായണത്തിലും മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലൊക്കെ പരമനാറിത്തരം കാണിച്ച എല്ലാ ഹിന്ദു നിയമങ്ങളും ഇപ്പം പല ആൾക്കാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്ന് വെറുതെ ഇതിനിടെ കുത്തിക്കുഴയ്ക്കാൻ നിൽക്കരുത് എൻ്റെ വളിയെ, പ്ലീസ്. അപ്പം വളിനോടും അത് കേട്ടിരിക്കുന്ന മറ്റൊരു വളിനോടും ഞാൻ പറയുന്നത്, വിട്ടുകളാ, എന്തിനാ വെറുതെ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുന്നത്? ഈ ആൾക്കാരെ തമ്മിൽ തെറ്റിച്ചിട്ട് നിനക്കൊക്കെ എന്ത് ഡാഷാണ് ആ ഡാഷ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? വെറും മൈക്കൊണാപ്പം പരിപാടികൾ ചെയ്യാണ്ടിരിക്കും പ്ലീസ്. കഷ്ടം.